ചത്താപ്പച്ച എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഒരു 80s 90s കിഡ്സിന്റെ കാലത്ത് ഈ ഹൾക്ക് ഹോഗൻ, അണ്ടർടേക്കർ ഈ മോഡല് ആൾക്കാരെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന, അവരുടെ പോയിന്റ് കാർഡുകളും ട്രം കാർഡുകളൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന, ഇവരുടെ ഷോകൾക്ക് വേണ്ടി ഇങ്ങനെ നിർത്താതെ TV കണ്ടുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ ഒരു ചൈൽഡിഷ് കാലമുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചുകൊണ്ട് ഞങ്ങളുടെ കാലത്തായിരുന്നു അത് കൂടുതലെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അത് കഴിഞ്ഞത്തെ കാലം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് വലിയ നിശ്ചയമില്ല ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ആ ഒരു ട്രെൻഡ് WWF എന്ന് പറഞ്ഞ ഗെയിമിന്റെ സുവർണ്ണ കാലം കേരളത്തിൽ വേര് പിടിച്ച കാലമായിരുന്നു ഇവർ ഈ പറയുന്നത്. ചോട്ടാമുംബൈ റിലീസ് ആകുന്ന കാലം വരെ ആ കാലത്ത് നടന്നിരുന്ന പിള്ളേരുകൾക്ക് ഇതൊരു നൊസ്റ്റു അനുഭവമായിരിക്കും. അതായത് അങ്ങനെ ഹൾക്കോവനെ കണ്ടും അണ്ടർടേക്കറിനെ കണ്ടും പിന്നെ എന്നാ ടീറക്സോ അങ്ങനെ കുറെ ടീമുകൾ ഉണ്ടായിരുന്നില്ല, ഇവന്മാരെ കണ്ട് വളർന്ന് ഇവന്മാരുടെയൊക്കെ ചോക്സ്ലാമും അങ്ങനത്തെ അടിയും ഇങ്ങനത്തെ അടിയൊക്കെ തലയണ വെച്ചു അല്ലാതെയും പുഴയെ കിടന്നൊക്കെ അടി പിടിച്ച് വളർന്ന് കളിച്ചു പിടിച്ച് ചിരിച്ചു പോയ ഒരു ചെറുപ്പമുള്ള തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഇന്ന് ഈ കാണുന്ന സാധനം ഒരു നൊസ്റ്റാൾജിയായിട്ട് ഫീൽ ചെയ്തേക്കാം. അവർ ചിലപ്പോൾ അത് ഇച്ചിരി എൻജോയ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർക്ക്, അതായത് ഇതിനോട് യാതൊരു ബന്ധവുമില്ല, ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുമില്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ പുറത്തെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു രസമാണ്, കണ്ടിരിക്കാൻ രസമാണ്. അട്ടിപ്പിട്ടി ബഹളം, വാവ് ഇതെന്തി കാണിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ സംഭവം തോന്നുമെങ്കിലും എനിക്ക് ഈ കളിയോട് വലിയ താല്പര്യമുള്ളതല്ല. എങ്കിലും ഞാൻ അതിന്റെ കഥയ്ക്കകത്ത് എൻജോയ് ചെയ്ത് കണ്ടിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. അതിനപ്പുറം അത് എൻജോയ് ചെയ്യിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നോസ്റ്റാൾജിയ അല്ല അങ്ങനെ ഒരു ചെറുപ്പത്തിന്റെ ഓർമ്മയുള്ളിലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഈ പടം ഇച്ചിരി റിലേറ്റ് ചെയ്യുകയും അവർക്ക് അത് എൻഗേജ് ചെയ്ത് കാണാൻ പറ്റുകയും ചെയ്തേക്കാം. എങ്കിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും പലയിടത്തും ലാഗ് അടിക്കുകയും പലയിടത്തും പരസ്പരം ബന്ധമില്ലാതെ വരികയും ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇവര് ബേസിക്കലി എടുക്കുന്ന ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ വാൾട്ടർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ഗുരുനാഥൻ, പുള്ളിയായിരുന്നു ഇവരുടെ അൾട്ടിമേറ്റ് വാവ് മനുഷ്യൻ. പുള്ളിയായിരുന്നു ഗാട്ടാഗുസ്തി എന്ന് പറഞ്ഞ് താഴ്ന്ന ഈ ഒരു കടലോര ഏരിയക്കകത്തെ പിള്ളേർ, കൊച്ചി മട്ടാഞ്ചേരി പിള്ളേർക്കിടയിൽ ഈ ഗാട്ടാഗുസ്തി ഒരു വലിയ സംഭവമാക്കി മാറ്റിയെടുത്തു. അതിന് റെസ്ലിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട്, സർക്കസ് റെസ്ലിംഗ് എന്ന സംഭവത്തിലോട്ട് എത്തിച്ച വാൾട്ടർ ആയിരുന്നു. പക്ഷെ വാൾട്ടർക്ക് ഇവിടെ വിട്ട് പോകേണ്ടി വന്നു. അപ്പൊ ആ വാൾട്ടറിന്റെ തിരിച്ചുവരവിനായിട്ട് ഈ പിള്ളേർക്കിടയിലത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പിള്ളേരെല്ലാം പല വഴിക്ക് പോയി അവസാനം ഒരു വലുതായിട്ട് തിരിച്ചു വരുന്നു. അവരതിനെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ആൾക്കാർക്കിടയിൽ നമുക്കൊന്ന് ഇങ്ങനെ അവതരിപ്പിച്ചാലോ, ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്നൊരു സംഭവം നമുക്ക് അവതരിപ്പിച്ച് എങ്ങനെ ഇരിക്കും? അപ്പൊ അവതരിപ്പിക്കാൻ എന്ത് തേങ്ങയാണ് ഉള്ളത്? പൈസയില്ല, ഒന്നുമില്ല. അപ്പൊ തൽക്കാലം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റെയിൽവേ ഷെഡ് ഒഴിവാക്കി എടുത്തുകൊണ്ട് അവിടെ ഒരു റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ ഗ്രൗണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പടങ്ങളോട് അത് മാച്ച് ചെയ്താണ് പോകുന്നത്. ഒത്തിരി, അതായത് ഫൈറ്റ് ക്ലബ്ബ് മുതൽ ഇങ്ങോട്ടുള്ള ഒത്തിരി പടങ്ങളോട് എക്സാക്ട്ലി മാച്ച് ചെയ്ത് പോകുന്ന പാറ്റേൺ ആണ് ഈ സംഭവത്തിലുള്ളത്. പക്ഷെ അത്രയും ഒരു ക്രാഫ്റ്റ് വൈസ് ഡെവലപ്മെന്റ് അതില്ല. അത്രയും മനോഹരമായിട്ടൊന്ന് ഏതെടുക്കൊന്ന് കഥയൊന്ന് വിവരിക്കാനോ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ വരുന്നു, അവൻ ആരാണെന്നൊന്നും പിടിയില്ല. അതായത് നമുക്കൊരു റിലേഷൻ കിട്ടത്തില്ല. ആരൊക്കെ എങ്ങോട്ടൊക്കെ എന്തൊക്കെയാണ് ആയത്, ആരൊക്കെയാണ്. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരുത്തരെ കാണാതെ പോയി, അവനോട് പോയി, അവൻ ജയിലിൽ പോയെന്ന് അറിയുന്നത് നമ്മൾ 1/4 മണിക്കൂർ കഴിഞ്ഞ് അറിയുന്നത്, ഇവൻ ജയിലിലാണെന്നുള്ളത്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾക്കകത്തോടെ കയറി ഇറങ്ങി പോകുന്ന ഒരു സ്റ്റൈലിലൂടെയാണ് ഇത് പോകുന്നത്. ഞാൻ പറയുന്നത് അല്പം കളിയാക്കി പറഞ്ഞാണ് ഞാനത്, ഈ ജയിലിലാണെന്ന് അറിയുന്നൊക്കെ കേട്ടോ. ജയിലിലാണെന്നൊക്കെ സൂചനകൾ അതിനകത്തുണ്ട്, ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. പക്ഷേ പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പടം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന സീൻ ഓടുന്നുണ്ട്. പിന്നെ ഇതിനകത്തെ മെയിൻ പ്രശ്നം, അതായത് ഏതൊരു പടത്തിനും എന്തൊക്കെ ഷോ കാണിക്കുക, എന്തൊക്കെ ടെക്നിക്കൽ സൈഡ് എന്ത് പെർഫെക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ അതിന്റെ മെയിൻ. അതിന്റെ കഥ വേണ്ടേ? ആ കഥയ്ക്കകത്തൊരു കൺഫ്ലിക്റ്റ് വേണം, ആ കൺഫ്ലിക്റ്റ് ഒരു ഡെവലപ്മെന്റ് ആർക്ക് വേണം, ആ ആർക്കിനകത്ത് നമുക്ക് എത്ര ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ നമുക്ക് അവനെ ഒരു സീറ്റ് എഡ്ജിലേക്ക് പ്രേക്ഷകനെ കൊണ്ടിരുത്താൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ ആ പടത്തിന് ഒരു ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. അത് ഒത്തിരി ഒരു മൈൽഡായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു നൊസ്റ്റാൾജിയ ഉള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. കാരണം ഈ ഒരു ഗെയിം അങ്ങനെയാണ്, WWF തന്നെ ഗെയിം തന്നെ അതാണ്. അവർക്ക് അതിനകത്ത് അടിയും വേണ്ട, അല്ല അതിനകത്ത് ആരും ചാകുകയും വേണ്ട, ജയിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അവർക്കിത് കണ്ടോണ്ടിരുന്നാൽ മതി. ആ ഒരു മനസ്സിൽ ഈ പടം കാണാൻ പോകുന്നുണ്ട്, ഈ കാശ് മുതലാവും. അതുകൊണ്ട് ടെക്നിക്കൽ പെർഫെക്ഷൻ ഒന്നും ഞാൻ പറയത്തില്ല, ബട്ട് നല്ലൊരു വർക്കായിരുന്നു. നല്ല വർക്ക് മനോഹരമായിട്ട് അവർ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ കുറെ AI വെച്ചും കുറെ അന്നത്തെ കാലത്തെ ആ നൊസ്റ്റാൾജിക് ഒരു പരിവേഷം ഉണ്ടല്ലോ, ഓരത്തെ അവതരിപ്പിക്കുമ്പോൾ തീ, വെടി, പുക, പിന്നെ കാർട്ടൂണിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ പേര് കാണിച്ചു തരുന്നു, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒപ്പിക്കുന്നുണ്ട്, മനോഹരമായിട്ട് തന്നെ കഴിവും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അദ്വൈത് നായർ എന്നുള്ള എന്തായാലും ഈ ഒരു നൊസ്റ്റാൾജിയ ഉള്ളവർക്ക് പടം തിയേറ്ററിൽ പോയി കണ്ടാൽ മുതലാകും കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അല്ലാത്തവർ ഈ പരിപാടി എന്താണെന്ന് അറിയുകയും ചെയ്യാത്തവരും ഈ ചുമ്മാ തലങ്ങും പിലങ്ങും ആൾക്കാർ ഇടിപിടിക്കുന്ന കാണാൻ താല്പര്യമില്ലാത്തവരും തിയേറ്ററിലോട്ട് പോകാതിരിക്കുക. OTT ചുമ്മാ 2 പ്രാവശ്യം കടന്നു പോകാം, അത്രേ ഉള്ളൂ.